കണ്ണൂരിൽ നിന്നുമാണ് യാത്ര തുടങ്ങിയത്. അതിരാവിലെ തന്നെ 6 മണിക്ക് കുടുംബത്തോടൊപ്പം ഇറങ്ങി. കോഴഞ്ചേരിയും റാന്നിയും എരുമേലിയും കടന്ന് മുണ്ടക്കയമെത്തി. അവിടെ നിന്നും കുട്ടിക്കാനത്തേക്ക് തിരിഞ്ഞു. പീരുമേട് വഴി വണ്ടിപ്പെരിയാർ ഭാഗത്തൂടെ കുമളി വഴിയാണ് കമ്പത്തേക്കുള്ള യാത്ര തിരിച്ചത്. ഇടയ്ക്കുള്ള വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം ഉല്ലാസ വണ്ടിയിലെ യാത്രികർക്കൊപ്പം കണ്ട് മനം കുളിർത്തു. കൊല്ലം തേനി ഹൈവേയിലൂടെ പോകുന്നവർക്ക് ഈ വെള്ളച്ചാട്ടത്തിലിറങ്ങി ഒരു കുളിയൊക്കെ പാസാക്കി യാത്ര തുടരാം. റോഡിൽ നിന്നും ചെറിയ സ്റ്റെപ്പുകൾ വഴി ഈ വാട്ടർഫാളിലേക്ക് ഇറങ്ങാം. അതിമനോഹരമായ പീലിക്കുന്ന് വ്യൂ പോയിന്റ് ഈ വെള്ളച്ചാട്ടത്തിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ വണ്ടി നിർത്തി കുട്ടിക്കാനത്തെ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിച്ചും രാവിലത്തെ വെയിലിൻ്റെ ഇളം ചൂടേറ്റും മടുപ്പില്ലാതെ ഒരു സഞ്ചാരം അനുഭവിച്ചറിഞ്ഞു. തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള വഴിയിലൂടെ ചുവന്ന ആനവണ്ടി പോകുന്നത് കാണാൻ നല്ല ചന്തമാണ്, ആകർഷണീയമാണ്. സ്വപ്നാത്മകമായ ഒരു യാത്രയാണിത്. കാരണം വളരെയധികം നാളുകളായി കാണാൻ ആഗ്രഹിച്ച ഇടം. അതുകൊണ്ട് തന്നെ നല്ല ത്രില്ലിലാണ് ഇന്നത്തെ യാത്ര. കുട്ടികൾക്ക് കമ്പത്തുള്ള മുന്തിരിത്തോട്ടങ്ങൾ വലിയ കൗതുകമായിരിക്കും ഉണ്ടാക്കുക. ഒരു കൗതുകമറിയാനുള്ള യാത്ര. തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള കുമളി ചെക്ക് പോസ്റ്റിലാണ് ഇപ്പോഴുള്ളത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കുമളിയിലാണ്. തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിവിധ പോഷക നദികൾ ചേർന്നുണ്ടാകുന്ന മുല്ലയാർ പെരിയാർ നദിയായി അറിയപ്പെടുന്നു. അതിർത്തിയിലാണെങ്കിലും തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ ആനവണ്ടി കടന്നു വരുന്നത് കാണുമ്പോൾ ഒരു സുഖമുണ്ട്. അതിപ്പോൾ തമിഴ്നാട്ടിലേക്ക് കടന്നാൽ കേരള രജിസ്ട്രേഷൻ വണ്ടി ഏത് കണ്ടാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ. തമിഴ്നാട്ടിലെ കഠിന വരൾച്ച നേരിടുന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ പദ്ധതിയാണല്ലോ മുല്ലപ്പെരിയാർ ഡാം തന്നെ. മാത്രമല്ല കേരളത്തിലെ പെരിയാറിലുള്ള വെള്ളപ്പൊക്ക പ്രശ്നപരിഹാരം കൂടിയായിരുന്നല്ലോ ഈ ഡാം. 6ഓളം വരുന്ന ഹെയർപിൻ വളവുകൾ കടന്നു വേണം കമ്പത്തെത്തിച്ചേരുവാൻ. ഈ കാണുന്നത് മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പുകളാണ്. തമിഴ്നാട്ടിലേക്ക് വൈദ്യുതി ഉൽപ്പാദനത്തിന് വെള്ളം കൊണ്ടുപോകുന്നതാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന നിശ്ചിത അളവ് വെള്ളം തമിഴ്നാട്ടിൽ ജലസേചനത്തിനും വൈദ്യുത നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത്.
ഏറ്റവും ഒടുവിലുള്ള ഹെയർപിൻ വളവ് തിരിഞ്ഞ് ഇങ്ങു പോന്നപ്പോൾ അമ്പലം കണ്ട് വണ്ടി ഒതുക്കി നിർത്തിയതാണ്. മുരുകൻ കോവിലാണ്. കുരങ്ങന്മാർ ധാരാളമുണ്ട്. അങ്ങനെ പൂർണ്ണമായും തമിഴ്നാട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കേരള പഴമയിലേക്ക് തിരിച്ചു പോയതുപോലെ നിറയെ തെങ്ങിൻ തോപ്പുകൾ. റോഡിൽ ആദ്യമേ വരവേറ്റത് കാളവണ്ടി അതിവേഗം കടന്നു പോകുന്ന ഇവരാണ്. മുല്ലപ്പെരിയാർ പെരിസ്റ്റോക്ക് പൈപ്പ് വഴി ഡിസ്ചാർജ് ചെയ്യുന്ന വെള്ളമാണ് വൈരവണാർ എന്ന നദിയായി ഇതിലൂടെ ഒഴുകുന്നത്. ഇതിൽ തന്നെ പെരിയാർ പവർ സ്റ്റേഷൻ 1, 2, 3, 4 എന്നിങ്ങനെ ചെറുകിട വൈദ്യുതി ഉൽപ്പാദനവും നടക്കുന്നുണ്ട്. കൃഷിയും മാവിൻ തോട്ടങ്ങളും വാളൻ പുളി കൃഷിത്തോട്ടങ്ങളും കണ്ട് ഉലകം കൊണ്ടു. മുല്ലപ്പെരിയാറിലെ വെള്ളം എത്തിച്ച് പച്ച നിറയുന്ന ഇടം. വഴിയിലെ നാട്ടുപുറ കാഴ്ചകൾ ഊർജം നിറയ്ക്കുന്നു. കൊടും ചൂടിൽ വേർപ്പൊഴുക്കുന്നവരുടെ മണ്ണ്. രണ്ടു നായ്ക്കളെയും കൊണ്ട് ആട് മേയ്ക്കുന്ന നാട്ടുകാരനെ കണ്ടപ്പോൾ പിന്നാലെ പോയി കാഴ്ചകളെ ക്യാമറയിലാക്കി. മുന്തിരിത്തോട്ടം കണ്ടു തിരിച്ചു പോരും വഴിയിലെ വിശേഷങ്ങളാണ് ഈ സ്റ്റോറിയിലുള്ളത്. വീഡിയോയ്ക്ക് ഒത്തിരി ദൈർഘ്യം കൂടുന്നത് കൊണ്ട് മുന്തിരി തോട്ടം വിശേഷങ്ങൾ അടുത്ത സ്റ്റോറിയായി ഇടാം.